സബസ് കാലം 2-ാം വാരം വെള്ളി. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21, തിരുവചനങ്ങൾ 33 മുതൽ 43 വരെയും 45 മുതൽ 46 വരെയും. അക്കാലത്ത് യേശു പ്രധാനാചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുളിച്ചെയ്തു, മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എന്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു പറയും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവന്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് നാം ശ്രവിച്ചത്. ഉടമയുടെ മകനെ തന്നെ വകവരുത്തുന്നത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രവചനഭാഗമാണ്. സ്വാർത്ഥതയും അമിതമോഹങ്ങളും അനർഹമായത് നേടാൻ പ്രേരിപ്പിക്കും. കൃഷിക്കാരുടെ വിളവ് മോശമായിരുന്നില്ല. തങ്ങളുടെ വിഹിതം കിഴിച്ച് യജമാനന് നൽകേണ്ടത് കൊടുത്താൽ ന്യായമായേനെ. പക്ഷെ അവർ ധനാസക്തിക്കടിമപ്പെട്ട് പാപം ചെയ്യുന്നു. ദൈവം ഇസ്രായേലിൽ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ ആഴവും ക്ഷമയുടെ അപാരതയും അതിയായ സ്നേഹവും എന്നാൽ ഇസ്രായേൽ ജനതയുടെ അവിശ്വസ്തതയും ഉപമ വ്യക്തമാക്കുന്നു. അവകാശികളാകാൻ പരിശ്രമിച്ചവർക്ക് കാര്യസ്ഥത പോലും നഷ്ടപ്പെടുന്നു. ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് മാത്രമേ സഭയാകുന്ന ദൈവരാജ്യത്തിൽ സ്ഥാനമുള്ളൂ. ഉടമസ്ഥനോട് വിശ്വസ്തത പുലർത്തി ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ജീവിതം ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിന്റെ കൂട്ടവകാശികളാകാം. ആമേൻ. ഈ മനോഹരമായ ചിന്തകളോടുകൂടി ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാകുവാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഗാധമായി സ്നേഹിച്ചതില്ല യേശുവേ, നീയല്ലാതാരുമാരും. ഇത്രയഗാധമായി
ജീവിതാന്ത്യം വരെ ദുഃഖമകന്നിടാൻ മതിയല്ലോ നിന്നോർമ്മയൊന്നു മാത്രം, മതിയല്ലോ നിന്നോർമ്മയൊന്നു മാത്രം. ഇത്രയഗാധമായി സ്നേഹിച്ചതില്ല യേശുവേ നീയല്ലാതാരുമാറും. സ്നേഹിച്ചതില്ല യേശുവേ നീയല്ലാതാരുമാറും. പങ്കിട്ടു നൽകുന്ന യേശുവിൻ സ്നേഹാതിരേകം അവർണ്ണനീയം. സർവവും പങ്കിട്ടു നൽകുന്ന യേശുവിൻ സ്നേഹാതിരേകം അവർണ്ണനീയം. ആ തിരുഹൃദയത്തിൻ രക്തം തളിച്ചല്ലോ യേശുവേ നീയല്ലാതാരുമാറും. ജീവിതാന്ത്യം വരെ ദുഃഖമകന്നിടാൻ മതിയല്ലോ നിന്നോർമ്മയൊന്നു മാത്രം, മതിയല്ലോ നിന്നോർമ്മയൊന്നു മാത്രം. ഇത്രയഗാധമായി സ്നേഹിച്ചതില്ല യേശുവേ